ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ ജീവനോടുള്ള ആദരവ് എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങളുടെ, പ്രവാചകന്മാരുടെ, ആചാര്യന്മാരുടെ പൊതുവായ ആഹ്വാനമാണ്. പ്രാണനായി സർവ്വപ്രാണികളിലും കുടിക്കൊള്ളുന്നത് ഈശ്വരൻ്റെ അടയാളമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ന്യായമായ കാരണങ്ങൾ കൂടാതെ ഒരു ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും പ്രവാചകന്മാർ വിലക്കിയിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പാഠം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രമാത്രം ദുഷിച്ച ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ യുവത്വം ചെന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ്. കേവലമായ സംഘടന, കക്ഷി, വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കുത്തുക, കൊല്ലുക, ചോരപ്പൊടി ഒഴുക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണെന്ന് മാത്രമല്ല, പറഞ്ഞതുപോലെ പ്രാണനായി മനുഷ്യരുടെ ഉള്ളിൽ കുടിക്കൊള്ളുന്ന ആ ഒരു ദൈവിക ശക്തിയെ നിന്ദിക്കലുമാണ്. ഇത് പ്രത്യേകം കാണേണ്ടതാണ്. ആദമിൻ്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. ആദമിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ആദരവ് നൽകിയിരിക്കുകയാണ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് സഹോദരങ്ങൾക്ക് നേരെ വാളോങ്ങുന്നത്? നീതി സ്ഥാപിക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നത് നേരാണ്. സമുദായത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ സാമുദായികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് നീതി സ്ഥാപിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ചാട്ടവാറെടുത്തിട്ടുണ്ട്, മുഹമ്മദ് നബി വാളെടുത്തിട്ടുണ്ട്. ഇത് പല പ്രവാചകന്മാരുടെ ജീവിതത്തിലും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അവിടെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം, മനുഷ്യ സ്വാതന്ത്ര്യം, നീതി, ഇതൊക്കെയാണ് വിഷയമായി വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരാളെ അന്യായമായി കൊല്ലുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ആരെങ്കിലും ഒരാൾ ഒരൊറ്റ മനുഷ്യനെ അന്യായമായിട്ട്, മറ്റൊരാത്മാവിന് പകരമായിട്ടല്ലാതെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ, എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടം നിർവഹിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്, അതിനെ മാറ്റിവെച്ചുകൊണ്ട് ആരെങ്കിലും മറ്റൊരാളെ അന്യായമായിട്ട് വധിക്കുകയാണെങ്കിൽ അന്നമ ഖതലന്നാസ ജമിഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു മഹാഘാതകനായിട്ട് അയാൾ മാറുകയാണ്. അന്യായമായിട്ട് ഒരു വധശ്രമം നടത്തുക, വധിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ചെറുപ്പക്കാരുടെ ശേഷിയും ശേമുഷിയും എന്ന് പറയുന്നത് അപാരമാണ്. അത്തരത്തിലുള്ള ശേഷി ശേമുഷികളെ ശരിയായി സമാഹരിച്ച് അവരുടെ ഊർജത്തെ ജനതയുടെയും രാഷ്ട്രത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുവാനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ മത നേതൃത്വങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും യുവാക്കളുടെ എനർജി സാമൂഹിക വിരുദ്ധമായ പ്രേരണകളിൽ ചെന്ന് പതിക്കുകയാണ്. പലരും പലതരത്തിലുള്ള അധർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വേറെ ചില ആളുകൾ അതിനേക്കാൾ അധർമ്മമായിട്ടുള്ള വർഗീയ കക്ഷി രാഷ്ട്രീയ മത്സര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു ലക്ഷ്യം സ്ഥാപിക്കുവാൻ വേണ്ടി ഇത്തരം അന്യായമായ കൊലപാതകങ്ങളുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടേതൊരു ജനാധിപത്യ യുഗമാണ്. ജനാധിപത്യ യുഗം എന്ന് പറഞ്ഞാൽ ഏത് ആശയം പ്രചരിപ്പിക്കുന്നതിനും, ഏത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും, ഏത് സ്വഭാവത്തിലുള്ള അക്രമത്തെ പ്രതിരോധിക്കുന്നതിനും ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. ഈ ജനാധിപത്യപരമായ മാർഗങ്ങളെ അവിശ്വസിക്കുന്നവരാണ് കൊലപാതക രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നത് എന്ന് കാണേണ്ടതാണ്. കൊലപാതക രാഷ്ട്രീയം, ഒരാളെ കൊല്ലുക, മറ്റേയാളെ പകരം കൊല്ലുക, പണ്ട് പ്രവാചകൻ നിരോധിച്ചിട്ടുള്ള കുടിപ്പകയാണ് ഇതിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. കുടിപ്പകയെ ഞാൻ എൻ്റെ കാൽ കീഴിൽ അമർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ അറബ് ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു മുസ്ലിം കുടിപ്പക, മാർക്സിസ്റ്റ് ലീഗ് കുടിപ്പക, ഇങ്ങനെയുള്ള പാർട്ടികൾ തമ്മിലുള്ള കുടിപ്പക, അതുപോലെ മതസമൂഹങ്ങൾ തമ്മിലുള്ള കുടിപ്പക, ഇത്തരത്തിലുള്ള കുടിപ്പകകളെ നിരാകരിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിലും ഉപരിയായിട്ട് പ്രവാചകൻ ഉയർത്തി നിർത്തുന്നത് എന്നത് തിരിച്ചറിയാൻ നമുക്ക് ഒരിക്കലും തന്നെ നമ്മൾ വൈകാൻ പാടില്ലാത്തതാണ്. കേവലമായ സങ്കുചിതത്വത്തിൻ്റെ പേരിൽ ആ സങ്കുചിതത്വത്തിലേക്ക് ഒരാളെ വിളിച്ചാൽ, അതിൻ്റെ പേരിൽ പോരാടിയാൽ, അതിൻ്റെ പേരിൽ മരിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഓർക്കേണ്ടതാണ്. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. ഇതൊരു ശക്തമായ പ്രഖ്യാപനമാണ്. എന്നിരിക്കെ എന്ത് സൽക്കർമ്മമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ധർമ്മമാണ് ഇതിലൂടെ പുലരും എന്ന് നിങ്ങൾ കരുതുന്നത്? മനുഷ്യ ജീവൻ വിലപ്പെട്ടതാണ്, മനുഷ്യൻ ആദരണീയനാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുക എന്നത് വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും ആഹ്വാനമാണ്. പരിശുദ്ധ ഖുർആനും അതാണ് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവോടുകൂടി മനുഷ്യരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെയും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.